ഈ കാബജിയെ ചൂടോടെ കഴിക്കണം, മുളക് അരച്ച ചമ്മന്തി കൂട്ടി. കാബജിയാണെന്ന് ആര് പറഞ്ഞു? കാബജി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആരെയാറ് ഇത് കാബജി ഉണ്ടാക്കുന്നു. കാതോരൻ അതല്ലേ അറിയൂ? കാതോരനല്ലേ ഇന്ന് കാ മെഴുക്കുവരട്ടി നല്ല ഇടിച്ച മുളകൊക്കെ ഇട്ട് പൊളിച്ച് പൊളിയല്ലേ. പിന്നെ അമ്മായിയെ കൂട്ടിരിക്കാൻ പോയാൽ എന്താ പറഞ്ഞു? അങ്ങനെ ചേട്ടത്തെ വിളിച്ചോ? അങ്ങനെ ഉണ്ട് അമ്മായിക്ക്? ചെറിയ കുറവുണ്ടെന്ന് പറഞ്ഞു, വിടാറൊന്നും ആയില്ലെന്നാ പറഞ്ഞത്. ആന്റിബയോട്ടിക് പനി ഭയങ്കര കേട്ടോ. ഇത് കൂട്ടിരിക്കാൻ പോയക്കൂടെ പനി കിട്ടായിരുന്നാ മതി. ഇവിടോട്ട് വന്ന പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് മാസ്ക് ഒക്കെ വെച്ചിരിക്കാൻ. അല്ല അമ്മായിക്ക് അമ്പലത്തിൽ കുറെ അമ്മായിയുടെ ആരാധികമാരുണ്ടല്ലോ, എന്തിനും കൂടുള്ളവരാരും വന്നില്ലേ ഹോസ്പിറ്റലിലേക്ക്? എന്റെ അച്ചാച്ചാ, നമുക്ക് നല്ല സന്തോഷം വരുമ്പോ കുറെ പേരുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ആരെങ്കിലും ഉണ്ടാവുമോ? പ്രശ്നം വരുമ്പോ കൂടെ ഉള്ളവരെയാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. അത് ആളുകൾ മനസ്സിലാക്കിയാ കൊള്ളാം. അതെ അതെ. ഞാൻ ആരെ വിളിച്ച്? എന്തൊരു സ്നേഹം! നേരിട്ട കീരിമ്പാമ്പോ അല്ലാത്തപ്പോ ലവ് കപ്പിള്. എങ്ങനെ റോസ്മേരി അല്ല, ഇത് ക്ലീറ്റവും തങ്കമാണ് കേട്ടാ. എപ്പോ നോക്കിയാലും തങ്കം തങ്കം എന്നുള്ള വിചാരമേ ഉള്ളു. ഞാനിരിപ്പുണ്ട്. നിന്റെ കെട്ടിയാണ് അങ്ങനെ വിളിക്കാൻ പറ്റാത്തതിന് നീ എന്നോട് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണ്. വെള്ളം വെള്ളിപ്പാട് അത്യാവശ്യം പാർട്ടി ഓഫീസിൽ ഒന്ന് പോകണം. അത് പറ്റത്തില്ല. എനിക്ക് വർഷത്തിൽ ഒരാളിപ്പോ വണ്ടി കൊണ്ടുവരും, ഞാൻ അങ്ങോട്ട് പോവാ. ലില്ലിപ്പണ് ഡാൻസിലൂടെ പോയി കഴിഞ്ഞാൽ പിള്ളേർ മാത്രമേ ഉള്ളൂ, പിന്നെ ആരുണ്ട് ഇവിടെ? ഞാൻ ഒരു അത്യാവശ്യ കാര്യമായിട്ടല്ലേ പോണത്. ഇത്ര നേരം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. അത് മച്ചമ്പയുടെ പോക്കറിയാലോ, പോയാ പിന്നെ പോയ വഴി. അല്ല പണി തേടി വരുന്ന പണി കളയാൻ പറ്റും. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. എനിക്ക് 1-2 റെസീറ്റ് ബുക്ക് എടുത്ത് അപ്പൊ കൊണ്ട് സാറിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി ഞാൻ തിരിച്ചു വരും. അപ്പൊ പെട്ടെന്നെങ്കിൽ അതിന് വേണ്ടി പോണത്. കൊട കണ്ടാടി പറഞ്ഞ എടുക്കാൻ. ഒരു കൊടയുള്ളത് സ്റ്റേഷനിൽ കൊണ്ടുവരും. അവനെ കൊണ്ടോ പോയല്ല, കൊടയെങ്കിലും ഇവിടെ വെച്ചിരുന്നു. എന്റെ ഏട്ടൻ റെയിൻകോട്ട് ഇട്ടുണ്ട് വരായിരുന്നില്ലേ? അത് നനഞ്ഞൂല്ലേ? എന്റെ മച്ചമ്മയ്ക്ക് പാർട്ടിയുടെ എന്തോ വലിയ പരിപാടി ഉണ്ട്, ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. മറ്റേ പാദപൂജ തന്നെ ആണെങ്കിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാടേ? കഷ്ടം തന്നെ, വലിയ കഷ്ടം തന്നെ. എടാ, ഞങ്ങളുടെ പാർട്ടിയുടെ സമ്പന്നനായ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ പാദങ്ങള് കുഞ്ഞുങ്ങളെ കൊണ്ട് അത് പാദപൂജ ചെയ്യിക്കണേൽ നിനക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ അച്ഛനോ അമ്മയോ വന്ന് സ്റ്റേഷനിൽ പരാതി എന്നാ നിന്നെ പൊക്ക ആദ്യം പറഞ്ഞ ഞാനായിരിക്കും. നിങ്ങൾ വാ, അപ്പൊ ഞാനിവിടെ നിന്ന് തരാം. നിന്ന് തരണം, ഞങ്ങൾ വരുമ്പോ നിന്ന് തരണം. നീ ആരുടെ ഈ പേടിപ്പിക്കുന്നത്? എന്ത്? ഞങ്ങള് പലതും ചെയ്യും പാർട്ടി. ഭയങ്കര അത്യാവശ്യം പറഞ്ഞ ചെല്ല്. ഇതിനൊക്കെ മറുപടി പറയാതെ പോയാലാണ് കുഴപ്പം. മറുപടി പറഞ്ഞിട്ട് പോന്നി. നിങ്ങളങ്ങ് വന്നാ മതി ചെയ്യാൻ, ഞങ്ങളവിടെ നിന്ന് തരാം. വല്ല കാര്യമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ആലോചിച്ച് നോക്കണേ. ഒന്നും അറിയാത്ത കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് കൈയും കാലും കഴിപ്പിക്കാൻ നടക്കും. ഓരോ കാര്യങ്ങൾ തുടങ്ങണ ഓരോ നല്ല ഉദ്ദേശത്തോടെയാണ്. അതിനൊക്കെ ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കാണിച്ചു വെക്കരുത്. ബജി ഉണ്ടാക്കട്ടെ, കടലമാവ് മേടിച്ചോണ്ട് തരുമോ? മഴയത്ത് എങ്ങനെ പോകും? ഒന്നും ഓടി അതുവഴി ഇങ്ങോട്ട് പോകും. മേടിച്ചോണ്ട് ഒന്നും ഉണ്ടാക്കി തരാം. പിന്നെ കടയിൽ പോയി ഒരു ബജി ചായ കുടിക്കാൻ പോരെ. മാമ, നമ്മൾ അമ്മുമ്മയെ കാണാൻ ആശുപത്രിയിൽ പോവില്ലേ? അപ്പൊ അപ്പൂപ്പന്റെ വീട്ടിൽ കയറോ? അതിന് അപ്പൂപ്പ അമ്മുമ്മയുടെ കൂടെ ആശുപത്രിയിലില്ലേ? രണ്ടുപേരും കാണാനല്ലോ അവിടെ പോയാ. നീ ഇപ്പൊ എന്തിനാ അപ്പൂപ്പനെ കണ്ടിട്ട്? അല്ല, വീട്ടിൽ പോവാനായിരുന്നു. എന്തിന്? അത് നമുക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഉള്ള ഒരു ദിവസം പോവാം. അതെ, ചിരത്തോട്ടത്തിലേ നല്ല കളർ മീനുണ്ടെന്ന്, അത് പിടിക്കാൻ പോവാ. എനിക്ക് അപ്പഴേ മനസ്സിലായി, അവിടുത്തെ വയലിൽ നിന്ന് മീൻ പിടിക്കുമല്ലേ. അത് ഞാനും ആലോചിച്ചു, ഇവന് ഇത്ര സ്നേഹമൊന്നും അല്ലെങ്കിൽ പറയാറില്ലല്ലോ അപ്പൂപ്പനെ കാണണമെന്ന്. സ്നേഹമുണ്ട്. ഇത്ര മീന് അതെ, നമുക്ക് ഒരു ദിവസം പോവാം. ഇനി അഥവാ അത് നടന്നില്ലെങ്കിൽ തന്നെ നടന്ന് മേടിക്കാം കേട്ടാ. അച്ചാച്ചൻ ഞങ്ങളെല്ലാരും കൂടെ അമ്മായിനെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോവാ. വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഒട്ടും സമയമില്ല. ക്ലീറ്റ മച്ചപ്പടെ മറ്റേ പാദപൂജ പരിപാടി ഇല്ലേ, അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോണം. വേറെ പണിയൊന്നുമില്ലടാ. ഇത് പണിയാ മച്ചമ്പി. ഒരു പോസ്റ്റർ 1 രൂപ വെച്ച് കിട്ടും. 500 പോസ്റ്റർ ഉണ്ട്. 1/2 മണിക്കൂറിന് ഒട്ടി ചേർത്ത രൂപ 500 കിട്ടും. നമുക്ക് 10 പൈസ വരുമാനമാവുമല്ലോ. വന്നിച്ച് മൈദ എടുത്ത് ഇലക്കിത്ത. മൈദ ഉണ്ടെന്ന് തോന്നുന്നു. നീ വന്നോളാം പോസ്റ്റർ ഒട്ടിക്കാൻ. പെട്ടെന്ന് ഇത്രയും പോരെ? മീനിനെ മേടിച്ചിട്ട് നമ്മൾ എവിടെ ഇട്ട് വളർത്തും? ചെറിയ ബൗള, അക്വേറിയം ഒക്കെ നോക്കാൻ ഭയങ്കര പാടാണല്ലേ. ഒരെണ്ണം കൂടെ എടുത്ത് കഴിക്കും. മതി. അത് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കണം കേട്ടോടാ. ശരി.
കടലയോ? കടല വേണ്ട നിനക്ക്? കടല കഴിച്ചാൽ മതി. കഴിക്കാം കഴിക്കാം. നിന്റെ പോലീസുകാരനെ കഴിക്കണില്ലേ? രാവിലെ പോയി, സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു. ഇവിടെ ഇല്ലേ? ആ പോയി. അത് ശരി, ഞാൻ വെച്ച് കുളിക്കാൻ നനയ്ക്കല്ലോ ചെയ്യായിരിക്കും. അച്ചാച്ചൻ എന്തേ? വേറെ ഉറങ്ങണം. എഴുന്നേറ്റില്ല ഇതുവരെ? എടി അവ ഇന്നലെ രാത്രി പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടേ പാദപൂജയുടെ നല്ല പണിയുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ലേറ്റ് ആയിട്ടല്ലേ വന്നത്. കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. ഇല്ല ഞാൻ വിളിച്ച്, പക്ഷെ ഒരു അനക്കമില്ല. ക്ലീറ്റോച്ചേട്ടൻ എന്താ അമ്മേനെ കാണാൻ പോവാത്തത്? അവരൊക്കെ എന്തിനാ പോയി? എടി ഞാൻ പറയുന്നിട്ട് വേണ്ടേ, എനിക്ക് സമയം കിട്ടണ്ടേ? എന്നാലും ഒന്ന് പോവണ്ടേ? പോണമെന്നുണ്ട് നടക്കൂല്ലേ? ആണ് പക്ഷെ എന്ത് ചെയ്യാൻ, ഈ പരിപാടിയുടെ ഡേറ്റ് എടുത്ത് വരുന്നതോറും എനിക്ക് ടെൻഷൻ കൂടിക്കൂടി വരിക. അതൊന്നും എങ്ങനെയെങ്കിലും കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. പാദപൂജ. അല്ല പിള്ളേരൊക്കെ ഉണ്ടാ ഒരുപാട്? പിള്ളേരുണ്ടാകുന്ന അപ്പൊ പിള്ളേരുടെ ക്യൂ ഓവർഫ്ലോ. നമ്മള് വരുന്ന പിള്ളേർക്ക് ഓരോ ജോഡി ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞു. ഡ്രസ്സാ? ആ അപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് പിള്ളേരുടെ. നല്ല സ്ട്രാറ്റജി കേട്ടോ. അപ്പൊ ഞാൻ വരട്ടാ ഡാഡി. അങ്ങനെ സൈവിനെ കൂടെ കൊണ്ടുപോകും. രണ്ടുപേർക്കും ഓരോ ജോഡി ഡ്രസ്സ് കിട്ടൂല. കൊണ്ടുപോകണോ? അത് വേണ്ട, അത് വേണ്ട. എന്തറിയാമോ, പിന്നെ അത് പേര് ദോഷവും. കുടുംബത്തിലെ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് ക്ലീറ്റോ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. അത് വേണം. നമുക്ക് ഇത് തിന്നാനും കുടിക്കാനും കൊടുക്കാനൊക്കെ ഇഷ്ടംമാതിരി ഇല്ലേ? അല്ല ഇവര് പിള്ളേരെ നമുക്ക് ആലോചിക്കാം, നോക്കട്ടെ. അവിടെ ഇപ്പം തന്നെ പിള്ളേരുടെ തിക്കും തിരക്കുമാണ് അല്ലേ? അതുകൊണ്ടല്ലേ. അടിപൊളിയായിട്ടുണ്ടല്ലേ ഏട്ടാ? നന്നായിട്ട് തയ്ച്ചിട്ടുണ്ടല്ലേ ചേച്ചി? സത്യത്തിൽ നല്ലൊരു തയ്യൽക്കാരിയാണ്. ആണ്, പക്ഷെ ചുരിദാർ വെക്കാൻ കേക്കേ ഇല്ല. ഇപ്പോഴാണ് ഞാൻ ബ്ലൗസ് തയ്ച്ചല്ലേ കണ്ടേക്കണത്. പക്ഷെ ഇത് നല്ല രസമുണ്ട്. എനിക്കും 2-3 തുണി എടുത്തതായിട്ടാ. ഞാൻ ഇതുപോലെ തയ്പ്പിക്കട്ടെ. മാമി ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ പണ്ടത്തെ ഒരുപാട് തുണി, അതിൽ നിന്ന് എനിക്ക് കുറെ അതിടൂലല്ലോ മക്കളെ. അല്ല വീട്ടിടാലോ എന്നെ പോലെ. 2 മീറ്റർ മതി ഏട്ടാ. ഒരു 100-150 രൂപയുടെ കാര്യമുള്ളൂ. ആ അത് മേടിക്കാലോ. ആ അവളടുത്ത് പറഞ്ഞ് പഠിച്ചു. ആ വന്ന എന്ത് പറ്റി? എന്താ വണ്ടി തട്ടിയാ? അല്ല പരിസരം പിടിച്ചാ? അല്ല ക്ലീറ്റോ മച്ചമ്പി ആകപ്പെട്ട്. എന്ത് പറ്റി? മറ്റേ പാദപൂജയ്ക്ക് വേണ്ടിട്ട് കുറെ പിള്ളേരെ ലിസ്റ്റ് ചേർത്തൊക്കെ വെച്ചിരുന്നേല്, അവര് കൈയൊഴിഞ്ഞു. അയ്യോ എന്താ? നന്നായി. മറ്റേ പൂരാട ശശി ആൾക്കാരൊക്കെ പാദപൂജയെ കുറിച്ച് ആവശ്യമില്ലാത്ത വാർത്തകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പിള്ളേരുടെ മാതാപിതാക്കളെ മുഴുവനും പറഞ്ഞുകൊണ്ട് പിള്ളേർ മൊത്തം അവസാനം പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവർ പാർട്ടിക്കാരോട് നെട്ടോട്ട് കൂടോ പിള്ളേർ. ഇന്ന് വൈകിട്ട പരിപാടി, അവിടെ മൊത്തം അലങ്കാരമൊക്കെ ചെയ്തു വെച്ചേക്കും. രാവിലെ ഒരുപാട് പിള്ളേരുണ്ടെന്നൊക്കെ എത്ര സന്തോഷത്തിലെ ക്ലീറ്റോ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. ആ എതിർകക്ഷി പാർട്ടിക്കാർ കാണിച്ച പണിയല്ലേ. പരിപാടി നടക്കരുന്ന് ആരോ ആഗ്രഹിച്ച പോലെ എന്നൊക്കെ മച്ചമ്പി പറയുന്നത്. ഇനിയിപ്പോ ആരാഗ്രഹിച്ച്? അല്ല ഞാൻ എടേ, നമ്മൾ അധ്യാപകനെ വണങ്ങുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ അധ്യാപകരല്ലാത്ത വേറെ ആൾക്കാരെ പോയി എന്തിനാണ് ചെയ്യുന്നത് പിള്ളേര്? അവർക്ക് തിരിച്ചറിവുണ്ടായാലും അവർ തിരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ? കിട്ടുന്ന കുട്ടികളെ കൊണ്ടുപോട്ട്. ഇവിടെ പറ്റൂല, ഇവിടത്തെ കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇവനെ വന്ന് വിളിച്ചാലോ? ഇവനെയും കൊണ്ടുപോകും. ഇവന്റെ സാറൊന്നുമല്ലല്ലോ. ഇവരെ പഠിപ്പിച്ച അധ്യാപകനോട് ഇവനൊരു ബഹുമാനം തോന്നി അവൻ ചെയ്താൽ കുഴപ്പമില്ല. നമ്മളിതിനാണ് കമ്പൽ ചെയ്ത് വേറെ ആരെങ്കിലും പോയി കാലിട്ട് പിടിക്കേണ്ട കാര്യം. എന്റെ ഏട്ടാ അവൻ ക്ലീറ്റോ ചേട്ടന്റെ മോനല്ലേ? അപ്പൊ പിന്നെ വന്ന് ചോദിച്ചാൽ വിടാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ ശരി തന്നെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ക നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ആണല്ലോ. അവളുടെ അഭിപ്രായം എടുക്കാനുണ്ട്. ഇനി അതിനെ തെറ്റിച്ചൊല്ല ചെയ്താ എൻ്റെ വേറൊരു മുഖം ഉണ്ട്, കാണേണ്ടി വരും എല്ലാവരും. പറഞ്ഞില്ല വേണ്ട. എനിക്ക് SB ഓഫീസിൽ പോകണം. ഇത്തിരി നേരം ഇരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല വീട്ടിൽ. നാട് വരുന്നു. എന്നാ ഞാൻ പോയിട്ട് വിളിക്കും. അറിയാലോ, കുട്ടികൾ ആരും പോകണ്ട ഇവിടെ നിന്ന്. ഇതിന് അടുത്ത വലിയ വഴക്കാകും. വാട്ടർമെലൻ അറിഞ്ഞൂടെ? പറഞ്ഞേ. വാട്ടർമെലൻ ഇനി ഒന്ന് ഇത് 3 ഇപ്പൊ പഠിച്ചെനിക്ക് എഴുതി ഇതാ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അത് 5 വട്ടം എഴുതണം. പൈനാപ്പിള്, പിന്നെ സ്ട്രോബെറി. അതെ, ഇന്നത്തേക്ക് പഠിത്തം മതി. നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. ഇതിപ്പോ ഇരുന്നതേ ഉള്ളൂ ഡാഡി, കളിച്ച്. അതൊക്കെ ആയിക്കോട്ടെ. ഇന്നിപ്പോ ഒരു ദിവസം പഠിക്കണ്ട. അവന് എനിക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. അവനെ നമ്മുടെ മറ്റേ ഡാഡിയുടെ പാർട്ടിയുടെ ഒരു പ്രോഗ്രാം പറഞ്ഞില്ലേ ഡാഡി? അത് ഇന്നാണ്. അപ്പം നമുക്കത് പോകണം. മക്കളെ ബുക്കെല്ലാം കൊണ്ടുവച്ചിട്ട് കുളിച്ച് റെഡിയായി വാ. അല്ല പാദപൂജയ്ക്കോ? പാദപൂജയ്ക്ക് അവനെ കൊണ്ടുപോകണം. പിന്നെ പോണ്ടേ? മക്കൾ റെഡിയായി വാ. മാമല്ലേ പറഞ്ഞു പോണ്ടാന്ന്. ഡാഡി അവന് ട്യൂഷൻ ഉണ്ട്. ഡാഡി എനിക്ക് ട്യൂഷൻ ഉണ്ട്. ഇന്നൊരു ദിവസം ട്യൂഷന് പോയില്ലാന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഇവനെ കൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അവനെ ഇന്നൊരു ദിവസം അവൻ പഠിക്കണ്ട. അല്ലേ എന്ത് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? നമുക്ക് കുളിക്കണം, കുളിച്ച് റെഡിയാവണം.
ആ ബുക്കൊക്കെ കൊണ്ടാ നോക്കിയേ പിന്നെ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡാഡി പറഞ്ഞുതരാം. അതായത് നമ്മൾ ആ അപ്പുക്കുട്ട സാറില്ലേ, അപ്പുക്കുട്ട സാറ് ഡാഡിയുടെ DDT പാർട്ടിയിലെ സാറ്. അപ്പോൾ ആ സാറിനെ നമ്മൾ ഇത് പാദപൂജ ചെയ്യണം. അതിനാണ് നമ്മൾ പോണത്. DDT പാർട്ടിയിലെ അപ്പുക്കുട്ട സാറിനെ മക്കൾക്ക് അറിയില്ലേ? പേരൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല. സാറ് വലിയ സാറേ നമ്മുടെ പാർട്ടിയിലെ ഏറ്റവും വലിയ സാറ്. അപ്പൊ ഡാഡിയെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ DDT പാർട്ടി സ്കൂളില്ലേ, അവിടെ ഡാഡി പഠിപ്പിച്ചിട്ടുള്ളത് ആ സാറാണ്. അങ്ങനത്തെ സ്കൂളൊക്കെ ഉണ്ടല്ലേ? മകളെ, അത് പാർട്ടിയുടെ ഓഫീസില്ലേ, അവിടുത്തെ സ്കൂളിൽ ഈ സാറാണ് നമുക്ക് രാഷ്ട്രീയം എല്ലാം പറഞ്ഞു തന്നെ. അവിടുത്തെ പ്രിൻസിപ്പളാണ് അപ്പുക്കുട്ട സാറ്, വലിയ സാറാ. അപ്പം ആ സാറിനെയാണ് നമ്മൾ പാദപൂജ ചെയ്യാനായിട്ട് പോണത്. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ അപ്പുക്കുട്ട സാറ് ഇങ്ങനെ സ്റ്റേജിലിരിക്കും. നമ്മൾ നേരെ ചെന്നിട്ട് സാറിൻ്റെ കാലിൽ തൊട്ട് ഇങ്ങനെ നമസ്കരിക്കും. എന്നിട്ട് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, ആ വെള്ളം ഒഴിച്ച് സാറിൻ്റെ കാലിങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ തൊട്ട് നമ്മളിങ്ങനെ നമസ്കരിച്ച് കഴിയുമ്പോൾ സാറ് മക്കളെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കും. അപ്പോൾ ആ ചടങ്ങ് കഴിയും. അതിനാണ് നമ്മൾ പോണത്. അപ്പൊ ഞാൻ രാവിലെ ചോദിച്ചപ്പോ ഡാഡി ഇല്ലോ പറഞ്ഞു, ഓ വേണ്ട, ഇവിടെ കുറെ പിള്ളേർ കൊണ്ടെല്ലാം നോക്കട്ടെ. ഉണ്ട്, പിള്ളേരുണ്ട്. പക്ഷെ ഡാഡിക്ക് അങ്ങനെ ഡാഡിയുടെ മോനെ കൊണ്ടുപോകാതെ പരിപാടി നടത്താൻ പറ്റൂ. അതുകൊണ്ട് ഡാഡി ഒരു കുട്ടിയെ അങ്ങ് ഒഴിവാക്കിയിട്ട് മക്കളെ പേരെവിടെ കൊടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ടും ചെയ്യിപ്പിച്ചിട്ടല്ലേ വന്നത്. പിന്നെ ഇനി ഇത് നല്ലൂൻ്റെ അടുത്ത് സൈൻ്റെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട. എൻ്റെ മക്കൾ പെട്ടെന്ന് കുളിച്ച് റെഡിയാവില്ല. ഞാൻ ഇവനോടെ കൊണ്ടുപോകാൻ പോണ്? പാർട്ടിയുടെ പരിപാടിക്ക് കൊണ്ടുപോകണം. എന്തിനാ? പാർട്ടിയുടെ പരിപാടിക്ക് എൻ്റെ മോനെ പിന്നെ ഞാൻ അല്ലാതെ ആരും കൊണ്ടുപോകും? വേണ്ട കൊണ്ടുപോകണ്ട. ക്ലീറ്റോ ചേട്ടൻ ഇവനെ അങ്ങനെ കൊണ്ടുപോകുന്ന അറിഞ്ഞ ഞാൻ ഏട്ടൻ എന്നെ നിർത്തി പോയിക്കും. എന്റെ മോനെ കൊണ്ടുപോകണ അവനെന്തിനു വെള്ളം വെക്കണത്? വേണ്ട ക്ലീറ്റോ ചേട്ടാ, ഇവിടുന്ന് ഏതെങ്കിലും പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഏട്ടന്റെ വേറെ മുഖം കാണുമെന്നാ പറഞ്ഞത്. ഇവിടുന്ന് വേറെ ഏതെങ്കിലും പിള്ളേരെ ഞാൻ കൊണ്ടുപോകണില്ല. പക്ഷെ എന്റെ മോനെ എനിക്ക് കൊണ്ടുപോകല്ലോ. അവന് നാളെ കഴിഞ്ഞിട്ട് പരീക്ഷയാണ്, അവന് ട്യൂഷനൊക്കെ ഉണ്ട്, അവന് പഠിക്കാനുണ്ട് കുറെ. അവന് അതെ, ഇതിപ്പോ ഈ പരിപാടി കഴിഞ്ഞിട്ട് വന്നാലും അവന് പഠിക്കാമല്ലോ. നിനക്ക് ട്യൂഷനുള്ളതാ വൈകിട്ട്? പരീക്ഷയ്ക്ക് വല്ല നീ പഠിച്ചാ? അന്ന് എഴുന്നേറ്റ് വാ, നീ അവിടെ ഇരുന്ന് പഠിച്ചാ. അല്ല, അത് പിന്നെ നമുക്ക് പാർട്ടിയുടെ പരിപാടിക്ക് പോവാം മക്കളെ. ടീച്ചർ വഴക്ക് പറയും, അടിക്കുകയും ചെയ്യും. അവൻ വരുന്നില്ല. ഒരുപാട് പിള്ളേരുണ്ടെന്നല്ലേ രാവിലെ പറഞ്ഞത്, പിന്നെന്ത്? ഇവനെ അവിടെ ഇരുത്തി ഞാൻ നോക്കിക്കോളാം കേട്ടോടി. ചായ വേണോ ഡാഡി? ചായ ഇടാൻ പോകും. അല്ല, അവന് ട്യൂഷൻ ഉണ്ടായോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ 2ന്റെ ടേബിള് പഠിച്ചില്ലേ? നന്നായിട്ട് പഠിച്ചാ? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നീ പറയൂല്ലോ. ഉറപ്പാണല്ലോ? നീ 3ന്റെ ടേബിള് പഠിക്കും. ഇത് 3 ചോദിക്കുന്നത്? അത് പഠിക്കാനുള്ളതാ. 3ന്റെ ടേബിൾ എഴുതും. എന്തേ അനങ്ങണില്ല? ഇവിടെ ഉണ്ടാ? എവിടെയാണ് ഇരുത്തി അവിടെ തന്നെ ഇരിക്കുക എപ്പോഴും. ആണാ? പോവണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ. ദേഷ്യമാണ് എന്റെ അടുത്ത്, ഭയങ്കര ദേഷ്യം. ഞാനല്ലേ മാമി വിളിച്ചോണ്ട് തന്നെ. നല്ല ദേഷ്യമാണ്. ഞാനൊരു ചായ വേണോന്ന് ചോദിച്ചു, കൊല്ലാനുള്ള ദേഷ്യത്തോടെ നോക്കി. കുടിച്ചില്ല എന്നിട്ട്? മാമി അടിയുണ്ടാക്കുമെന്ന് വിചാരിച്ചല്ലേ നമ്മള് പറഞ്ഞത്. അതെന്ന് നമ്മൾ എന്ത് ചെയ്യാന്, ചുമ്മാ അടി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ടൊന്നും കഴിച്ചില്ലേ? ഞാൻ വിളിച്ച്, പക്ഷെ മൈൻഡ് ചെയ്യണില്ല. അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ ഡ്യൂട്ടി കഴിഞ്ഞാ? ഇല്ല, ഇടയ്ക്കൊന്ന് വീട് വരെ വന്ന് നോക്കണമെന്ന് തോന്നി എനിക്ക്. കാരണം അവന്റെ പരിപാടിയുള്ള ദിവസമല്ലേ, ഇവിടുന്ന് കൊച്ചുങ്ങളാരെ തട്ടിക്കൊണ്ട് അറിയണമല്ലോ. ക്ലീറ്റോ ചേട്ടൻ ഇവിടുന്ന് ആരെയും കൊണ്ടുപോകത്തില്ലെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞല്ലേ. ഡാഡി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി നിന്നതാ, മാമി നിർബന്ധിച്ചു കൊണ്ടുപോകണ്ടാവും. അങ്ങനെയുണ്ട്. എനിക്കിതറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. വെറുതെ ഒന്ന് ചോദിച്ചു ഇവനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ പറയുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അത് വേണം, അത് മതി. അതറിയാൻ വേണ്ടിയാണ് വന്നത്, അതിന്റെ ആവശ്യമില്ല. എന്റെ പാർട്ടിയുടെ പരിപാടിക്ക് എന്റെ മോനെ കൊണ്ടുവന്ന് പറയാൻ നിനക്കെന്ത് അധികാരം? ഈ ഇരിക്കുന്നത് എന്റെ പെങ്ങടെ മോനാ. അവള് പുറത്ത് പോകുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അപ്പൊ എന്റെ അനുവാദം നീ കൊണ്ടുപോകണം, എനിക്കത് കാണണമല്ലോ.
അതുകൊണ്ടാണ് വന്നത്. ഇന്നുമില്ല അറിയണ്ട. എനിക്കെല്ലാം അറിയാം. ആ. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. ആ. ഞങ്ങളുടെ ഈ പരിപാടി പൊളിക്കുക എന്നുള്ളത്. പക്ഷെ നീ നോക്കിക്കോ, അങ്ങനെ എങ്ങനെ നീ പരിപാടി പൊളിയൊന്നും നീ വിചാരിക്കണ്ട. ഞങ്ങൾ അന്തസ്സായിട്ട് നടത്തും. പക്ഷെ നീ സൂക്ഷിച്ചോ. എന്തിന്? നിനക്കുണ്ട്. എന്തേ? നിനക്ക് പിള്ളേരുടെ ഇരുട്ടടിയുണ്ട്. എന്തിനാ ഇരുട്ടടിക്കണേ? പകല് വരാൻ പറ. പകല് പിള്ളേർക്ക് വേറെ പണിയുണ്ട്. ആ. കേട്ടാ? രാത്രി വരാൻ പറ. ആയിക്കോട്ടെ, വരും. ആ. കരുതിയിരുന്നോ നീ. കരുതിയിരിക്കന്നെ. തോന്നുന്ന കൊച്ചുങ്ങളൊക്കെ വിളിച്ചിറക്കണതിന് അവനോ എടാ, തോന്നിയത് എന്റെ കൊച്ചാണത്, എന്റെ കൊച്ച്. ആ, പക്ഷെ ഇവിടെ സംഘം ചേർന്നുള്ള പ്രവർത്തനമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞ നീ കേട്ടാ, സൂക്ഷിച്ചോ. അവനോ തൊലഞ്ഞ് ഏട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ വിടത്തില്ലെന്ന്. പിന്നെ ഏട്ടൻ എന്തിനാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നത്? വന്നതെന്നാ ഇല്ലെങ്കിൽ പോണ വഴിക്ക് പിടിച്ചിട്ട് പോകളെ. പിന്നെ എന്റെ ഈ പിഞ്ചിന് ഒരു സെറ്റ് ഉടുപ്പ് നിക്കറും കിട്ടണം നിനക്ക് സഹിക്കണില്ല അല്ലേ? നോക്കിക്കോ, കുടുംബത്തിൽ ഒരു നല്ലത് നീ സമ്മതിക്കരുത്. നീ അവിടെ തടയണം. എന്തെല്ലാം നല്ലത് ഞാൻ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കി, പക്ഷെ എല്ലാം നീ നശിപ്പിച്ചു. ഇതിനൊക്കെ നീ അനുഭവിക്കും. വീട്ടിലിരുന്ന സയ്യൂനും കിട്ടിയാണ് ഒരു ജോഡി ഡ്രസ്. മാമിക്ക് കിട്ടിയാണ്. ഞാൻ ഫോണില്ലേ ഏട്ടൻ? അവൻ ചിലപ്പോ വരും. അതിന് ഞാൻ ഇവിടെ ഇരിക്കാം. ഈ മാമിനത് എന്താണ്? എന്റെ മുന്നേ വിടത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ കുറച്ച് കീറ്റോ ചേട്ടൻ പറഞ്ഞ പോലെ അധികുന്തവാ. വാ പാടി. നിന്റെ വെള്ളം കളഞ്ഞു. ഇല്ല, ഞാന് കടയെ നോക്കി ഇങ്ങനെ നടക്കണം. റോസ്മേരിയായിട്ട് രാവിലെ തൊട്ടേ വല്ലാത്ത വഴക്കായിരുന്നു. അതിന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടെന്ന്. അച്ചപ്പി, അവിടെ ഇത്രയും കൊടിതോരണോ ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പം സമയത്ത് പിള്ളേരെ മാറ്റിയെന്നൊക്കെ നായരേട്ട കടയിരുന്ന് പറഞ്ഞു. ഓ, നമ്മുടെ ഈ ആർഭാടമൊക്കെ കണ്ടിട്ടാണ് അവന് സഹിക്കാൻ വയ്യാതെ പൂരാടം. അല്ല, ഈ പൂരാടം ഇങ്ങനെ കാണിക്കേണ്ട കാര്യം എന്തോ? അവന് വെച്ചിട്ടുണ്ട് ഞാൻ. അവൻ ഈ രക്ഷാകർത്താക്കളടുത്ത് അതും ഇതൊക്കെ പറഞ്ഞ് ഇപ്പൊ വരാതെ പറഞ്ഞ് 25 പിള്ളേരും പിന്മാറിയേ. ഈ സമയത്ത് ഞാൻ എന്തോ ചെയ്യും നീ ആലോചിച്ച് നോക്കിയേ. അപ്പൊ കൂടെ സാറ് ഞാൻ ജീവിച്ചിരുന്ന കാര്യമില്ലടാ. അച്ചപ്പി, അൻസാറിന്റെയൊക്കെ കുടുംബത്തുള്ള പിള്ളേരെ ഇറക്കാൻ പറ. എടേ, അവിടെയുള്ള പിള്ളേരായാലും തികയില്ലല്ലോ. ഇപ്പൊ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് എടുക്കാന്ന് വെച്ചപ്പോ ഇവിടെ അവൻ കനകൻ പോലീസ് അവൻ കയറി ഇടങ്കോലിട്ട് നിൽക്കുകയാണ്. എടാ, നീ റോസ്മേരി എടുത്തോനാ. അവരാ പിള്ളേർ രണ്ടുപേരും ഉള്ളതാവട്ടെ. എന്റെ മറ്റമ്പി റോസ്മേരിക്ക് കുടിശ്ശിക പൈസ അടയ്ക്കാത്തതിന്റെ പേര് ഇന്നലെ തൊട്ട് കലിപ്പ. ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കുന്നില്ല. ഇന്ന് എന്തോ ഒരു വഴക്കുണ്ടായെന്ന് അറിയാവും. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞാൽ അവൾ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. അതെ, പിള്ളേരെ കിട്ടിയില്ലെങ്കിൽ ആകെ ചളമാവും. ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. അച്ചമ്പി, ഒരു അറ്റകൈ പ്രയോഗമുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റ് പഠിക്കലൊക്കെ ധർണയ്ക്ക് മുമ്പ് ആളിനെ കൂട്ടാൻ വേണ്ടി നമ്മുടെ തങ്കരയും കോളനിൽ നല്ല ആളിനെ ഇറക്കുന്നേ. അവന്മാരെല്ലാം കല്യാണം കഴിച്ചു പിള്ളേരും ഗർഭിണിയുള്ളല്ലേ. എന്തായാലും പിള്ളേർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഓരോ ചിക്കൻ ബിരിയാണിയുടെ ഓഫർ ചെയ്യും. പിള്ളേർ പോരാ, ഏതാണെന്ന് അറിയണമെന്നില്ലല്ലോ. ഒരു ബിരിയാണി നിനക്കും ഞാൻ കൊണ്ടുതരും. ഞാൻ വരും. ഞാൻ ആ പയ്യനുള്ള ഏർപ്പാടുണ്ടാകട്ടെ. നിനക്ക് പറ്റണ ഇതിപ്പോ ആ പിള്ളേരായാലും വേറെ പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണം, കണക്ട് ചെയ്തോ. നമുക്ക് 25-30 കുഴപ്പമില്ല കേട്ടാ. കർത്താവേ, മച്ചമ്മ എന്റെ ഒരു ഐഡിയ എടുത്ത് കളിക്ക്. ദൈവമേ, അവിടെ എന്തായി കാണോ എന്തോ. അവിടെ സെറ്റപ്പ് പരിപാടി. പടി താഴെ മൈതാനം ഇല്ലയോ, അവിടുന്ന് ഫുള്ള് ലൈറ്റ് ഒക്കെ വെച്ച് ഭയങ്കര സ്റ്റേജും ഭയങ്കര അനൗൺസ്മെന്റ്, ഗംഭീര പരിപാടിയാ. പിന്നെ അച്ചാച്ച അന്ന് ഇവിടെ ഇരിക്കാതെ അവിടെ പോയി എന്തായാലും നോക്കിക്കൂടായിരുന്നു. ഞാൻ ഇപ്പൊ അവിടെ പരിപാടി പാതപൂജ കഴിഞ്ഞിട്ട് ഗാനങ്ങളുണ്ട്. ഗാനങ്ങളൊക്കെ പോകും. മക്കളെ വരുന്നോ? നീ അരുമൂലം കേട്ട് കാര്യങ്ങൾ പറയലടാ. അതിന്റെ ഒരു പരിപാടി നടക്കൂല. ആ കോളനി ചെന്ന് പിള്ളേരെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴേ ആ പിള്ളേരെ അച്ഛനമ്മമാര് തിരിച്ചു വിളിച്ചോണ്ട് പോയി പാതപൂജയ്ക്ക് നടക്കൂല പരിപാടി. അല്ല, ഡ്രസ്സും ബിരിയാണിയൊക്കെ ഓഫർ പറഞ്ഞ പിള്ളേരെ അങ്ങനെയൊക്കെ മൈക്കൊണ്ട് പോകും. പക്ഷെ നടന്നില്ല. അല്ല, പിള്ളേരുടെ അച്ഛനമ്മമാരൊക്കെ അറിഞ്ഞിട്ടല്ലേ ക്ലീറ്റോ ചേട്ടൻ വിളിച്ചത്? അല്ല, അറിഞ്ഞ പിന്നെ ഒരു തിരിച്ചെടുത്തോണ്ട് പോകും. മറ്റേ പൂരാട ഇടയ്ക്ക് നിന്ന് കളിച്ചപ്പോ കോളനി കയറി കുറെ പിള്ളേരെ എടുക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോയായിരുന്നു. അപ്പൊ പാതപൂജ നടന്നില്ലേ? അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കൊടുക്കുക, അല്ലാതെ കണ്ണി കാണുന്ന ഈ അപ്പുക്കുട്ട താനൊക്കെ വിളിച്ച് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ, പൈസ അപ്പൊ ഇനി എന്ത് ചെയ്യും? ക്ലീറ്റോ ചേട്ടന്റെ ആ സമയത്ത് കിടന്ന് ഉരുകത്തില്ലേ? അവിടെ വിഷയം വല്ലതും ഉണ്ടായതല്ലോ. ലക്ഷം ലക്ഷം പിന്നാലെ ലക്ഷം ലക്ഷം പിന്നാലെ ലക്ഷം ലക്ഷം പിന്നാലെ നേതാവേ ധീരതയോട് നയിച്ചോളൂ
ഓടൂ ലക്ഷം ലക്ഷം പിന്നാലെ ലക്ഷം ലക്ഷം പിന്നാലെ. അച്ഛപ്പി എന്തോ പാദപൂജ നടന്നില്ലേ? എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ. കോളനിയിലെ പിള്ളേരൊന്നും വന്നില്ല എന്നേട്ടൻ പറഞ്ഞ്. ക്ലീറ്റസ് മത്തായി എന്തെല്ലാം രാഷ്ട്രീയ കളികൾ കളിച്ചിട്ടുള്ള ആളെന്നറിയാമോ? ഹലോ, കോളനിക്കാർ പിള്ളേരെ കണ്ടിറങ്ങിയപ്പോ അവരുടെ രക്ഷകർത്താക്കളൊന്നും തടഞ്ഞെന്ന് ഓടിച്ചെന്നൊക്കെ പറഞ്ഞു. അതിനെന്ത്, നമ്മുടെ റെജിയുടെ കട്ട കമ്പനിയിലെ കണ്ടമാനം ബംഗാളി കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ചു, പാദപൂജ നടത്തി, പരിപാടി ഗംഭീരമാക്കി. ബംഗാളി പിള്ളേരെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ച. എന്റെ പൊന്നെ ക്ലീറ്റോ ചേട്ടന്റെ ഒരു ബുദ്ധി. ജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് കളിയും കളിക്കും. ഇത് 10 തലയുള്ള രാഷ്ട്രീയ രാവണനാണ് കേട്ടോ. വിളിയടാ, ക്ലീറ്റസ് മത്തായി വിളിയടാ.